ഇതെൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനാണ് കേട്ടോ. എൻ്റെ ഫാദറിൻ്റെ മൂത്ത പെങ്ങളുടെ മകനാണ്, മൂത്ത മകൻ. ഈ വടശ്ശേരിയിൽ കുടുംബം എന്ന് പറയുന്നിടത്ത് എനിക്ക് ഒരുപാട് സ്മരണകളുണ്ട്. ചെറുപ്പത്തിൽ ഞാനിവിടെ ഒരുപാട് വരികയും കളിക്കുകയും ഇവിടുത്തെ ശാപ്പാടൊക്കെ കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇവിടുത്തെ അമ്മച്ചിയൊക്കെ വളരെ നല്ലൊരു അമ്മച്ചിയായിരുന്നു. എല്ലാവർക്കും വലിയ പരോപകാരം ചെയ്യുന്ന ആളായിരുന്നു. ഈ പാപ്പച്ചാനാണെന്നുണ്ടെങ്കിൽ നല്ല റോബസ്റ്റ് ബോഡിയായിരുന്നു. ഇപ്പം ഇച്ചിരി വാർദ്ധക്യത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഈ മനസ്സ് വളരെ നല്ല മനസ്സാണ്. എൻ്റെ ജ്യേഷ്ഠൻ പാപ്പച്ചാനെ എന്നെപ്പറ്റി ഒരുപാട് കഥകളറിയാം. അതൊക്കെ വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യും. അച്ഛാ ഒരെണ്ണം ഒന്ന് പറഞ്ഞാട്ടെ. ഈ പി എം മാത്യുവിൻ്റെ ഫാദറിൻ്റെ പേര് പി എം മാത്യു ആയിരുന്നു. പി എം മാത്യു സീനിയറായിരുന്നു. ഇത് ജൂനിയർ പി എം മാത്യു. ഈ പി എം മാത്യുവിൻ്റെ മകനും പി എം മാത്യു. അതിന് ഫാദർ പറഞ്ഞത്, ഞാൻ സീനിയർ പി എം മാത്യു, ഇത് പി എം മാത്യു, എൻ്റെ കൊച്ചുമകന് പൂയം മാത്യു. പൂയം നാളിലുള്ള ഈ പി എം മാത്യു ചെറുപ്പത്തിൽ ഒരു 2.5 വയസ്സ് കാണും, 2.5 3 വയസ്സ് കാണും. സ്കൂളിൽ പോയി തുടങ്ങി. ഒരു കുടയൊക്കെ നല്ല കുടയും പാത്രവും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. തിരികെ വന്നപ്പോഴേ കുട ഒടിഞ്ഞിരിക്കുന്നു. എന്താ മോനെ ഈ കുട ഇങ്ങനെ ഒടിഞ്ഞത് എന്ന് അമ്മ ചോദിച്ചവൻ പറഞ്ഞു, അമ്മച്ചി ഒന്നുമില്ല, സൗകര്യത്തിനൊരു പുഴുവിനെ കണ്ടു, അടിക്കാൻ നല്ല സൗകര്യമായിരുന്നു, ഒരൊറ്റ അടി കൊടുത്തു, അതുകൊണ്ട് അല്പം കേടുപറ്റിയെന്നുള്ളതേ ഉള്ളൂ, നമുക്ക് ആശുപത്രിയിലെല്ലാം കൊണ്ടുപോവാം എന്നും പറഞ്ഞു. ഇവർ പിൽക്കാലത്തെ എന്നെ ഈ സൗകര്യത്തിനൊരു പുഴു എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് കേട്ടോ. അപ്പുറത്തിരിക്കുന്ന പാപ്പച്ചാൻ്റെ മിസ്സസ്സാണ്. ഞങ്ങളൊക്കെ പൊന്നാൻറ്റി എന്നാണ് വിളിക്കുന്നത്. പുതുശ്ശേരി അമ്പലം എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ അവിടെ ഒരു പന കണ്ടു. ആ പനയും അതിൻ്റെ കൂട്ടത്തിലുള്ള വൃക്ഷങ്ങളുമൊക്കെ. ഞാൻ ചെറുപ്പത്തിൽ മാവേലിക്കര പോയി സിനിമ കണ്ടു വെച്ച് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് വരിക. രാത്രി ഏകദേശം 10-10:30 അല്ലെങ്കിൽ 12 മണിയായെന്ന് തോന്നുന്നു. അന്ന് ഞങ്ങളെയൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് ഈ അമ്പലത്തിൽ ആ പനയുടെ മുകളിലൊരു യക്ഷി ഇരിപ്പുണ്ട്. ആ യക്ഷി താഴോട്ട് ഇറങ്ങി വരും. ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ അവർ കുറേ എന്തെങ്കിലുമൊക്കെ ചുണ്ണാമ്പ് തരാമെന്നൊക്കെ ചോദിക്കും. നമ്മൾ വല്ലതും ചെയ്തു പോയെന്നുണ്ടെങ്കിൽ നമ്മളെ പിടിച്ച് ശരിയാക്കി ഈ പനയുടെ മണ്ടക്കോട്ടം കൊണ്ടുപോകും. അവിടെ ചെന്നിരുന്ന് പിറ്റേ ദിവസം നോക്കുന്നവരുടെ അപ്പോൾ അതൊക്കെ നമ്മുടെ എല്ലും കഷണവും മാത്രമായിട്ട് കിടക്കുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കൊച്ചു പയ്യനല്ലേ, പേടിയുണ്ട്. രാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വന്ന് ഞാൻ ഈ അമ്പലത്തിൻ്റെ മുമ്പിലേക്ക് നോക്കിയപ്പോൾ ഉണ്ടടാ നിൽക്കുന്ന ഒരു യക്ഷി, തലവിളിയൊക്കെ ഇങ്ങനെ പറിച്ച്. ഞാൻ വരുന്നു, നാളെ രാവിലെ ഇനി ഇത് തന്നെ നമ്മുടെ അവസ്ഥ എന്ത് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ച് നടക്കുന്ന കൂട്ടത്തിൽ ഏതായാലും എൻ്റെ കയ്യിൽ ടോർച്ചുണ്ടായിരുന്നു. ടോർച്ച് അങ്ങോട്ട് അടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് യക്ഷിയമ്മയല്ല, ലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞൊരു ഭ്രാന്തിയായിരുന്നു. ഞാനും ചിരിച്ചുപോയി. അവർ ഏതാണ്ടൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് നമുക്കുണ്ടാകുക. ഇത്തരം തെറ്റിദ്ധാരണകൾ മനസ്സിലിരുന്നാൽ ഇല്ലാത്ത പൊല്ലാപ്പ് നമ്മളുടെ മനസ്സിൽ ഒരുപാട് ഭയങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ഇത് എൻ്റെ ബാല്യകാല സുഹൃത്ത് പാപ്പച്ചനാണ്. ഈ പാപ്പച്ചനും ഞാനും കൂടാണ് ഈ മറ്റം സ്കൂളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴേ നേരത്തെ ഞങ്ങൾ ഈ വയലിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കയറി ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കുരുവിക്കൂടുമൊക്കെ കണ്ട് താറാവിനെയൊക്കെ കണ്ട് കറങ്ങി വരും, ഇല്ലേ ആവച്ച? അങ്ങനെ വന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കി പ്രകൃതി സൗന്ദര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ഒടുവിൽ ഈ സമയം പോകുന്ന അറിയത്തില്ല.
ലേറ്റായിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുന്ന വരവ് ഇതുണ്ട് ഇങ്ങനെ, ഈ കുട ഇങ്ങനെ വെക്കും. ഇങ്ങനെ പിടിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നായരുകുളങ്ങര ജോർജ് കുട്ടി സാറെന്നും പറയുന്ന സാറുണ്ടായിരുന്നു, ഞങ്ങളുടെ അവിടെ ക്ലാസ് ടീച്ചറാണ്. ഞങ്ങളിങ്ങനെ അവിടെ ചെല്ലും പറയും, ആ ദാണ്ട വന്നിരിക്കുന്നു പട്ടാളക്കാർ തോക്കുമായിട്ട്, ഇനി വാടാ എന്ന് പറയും, വിളിച്ച് ഈ 2 അടി വീതം തരും. അത് വാങ്ങിച്ച് വളരെ കാര്യമായിട്ട് കൊണ്ടുവന്ന് ക്ലാസ്സിലിരിക്കും. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ആദ്യത്തെ സ്മരണ. എനിക്ക് എന്തെങ്കിലും ഒരു വിഷമോ പ്രയാസമോ ഉണ്ടെങ്കിൽ പാപ്പച്ചൻ അവിടെ ഉണ്ട്. പണ്ടൊരു പ്രാവശ്യം ഞാനൊരു മാവേലിക്കര ഒന്ന് പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ വന്ന കൂട്ടത്തിൽ ഈ ലൈംഗിക കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ കുറേ വലിയ സാൻമാർഗീയ നിഷ്ഠക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേക്ക് ചിലർ പറഞ്ഞു ഇങ്ങനെ അത് ശരിയല്ല ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് പാപ്പച്ചൻ എന്താ ചെയ്യുന്നറിയാം, എണ്ണീറ്റ് നേരെ അങ്ങോട്ട് നിന്നേച്ച് പറഞ്ഞു, ഇദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ്, ഇതാണ് ശാസ്ത്രീയമായിട്ടുള്ളത്, നിങ്ങൾ വെറും വിവരമില്ലാത്തവരായതുകൊണ്ട് തുമ്പോണ് വെച്ച് നടന്ന സംഭവം. മനസ്സിലായി. ഇങ്ങനെയൊക്കെ എവിടെ ചെന്ന് കഴിഞ്ഞാലും പാപ്പച്ചൻ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ്. ഈ മുനിസിപ്പൽ ലൈബ്രറിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് വരുന്ന ചില്ലറ ഓർമ്മകളുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഈ പുസ്തകങ്ങളെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഞാനിവിടെ വരുന്നു. അന്ന് പുരോഗമന സാഹിത്യം ഇങ്ങനെ കടികൊട്ടി നിൽക്കുന്ന കാലമാണ്. ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു രീതി എന്താണെന്ന് പറഞ്ഞാൽ, അന്നത്തെ പുരോഗമന സാഹിത്യത്തിലെ വൻ പുള്ളികളാരെന്നൊക്കെ ചോദിച്ചാൽ ബഷീർ, പൊൻകുന്നം വർക്കി, പിന്നെ പൊറ്റക്കാട്, പിന്നെ തകഴി, കേശവദേവ്, ഇവരൊക്കെയാണ്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, തകഴിയുടെ ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തകഴിയുടെ പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ എടുക്കും. ഇതിനെല്ലാം ഉപരിയായിട്ട് ഞാൻ ഈ ലൈബ്രറിയിൽ വരുന്നതും മുന്നോട്ട് പോകുന്നതെല്ലാം അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. സത്യം എന്താണ്, ഈശ്വരൻ എന്താണ്, ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയുള്ള അന്വേഷണത്തിൽ ഇവിടെ വരികയും അതിനനുസരിച്ചാണ് ഞാൻ ആ പുതുമഠത്തിലെ സാറിനെയൊക്കെ പോയി കാണുകയും ഒക്കെ ചെയ്ത് അങ്ങനെ കുറേയേറെ വായിക്കാനും പഠിക്കാനും ഈ ലൈബ്രറി എന്നെ സഹായിച്ചു. എന്നാൽ വേറൊരു വളരെ രസകരമായൊരു സംഗതിയുണ്ട്. ഞാനൊരു പ്രാവശ്യം ഇതിനകത്ത് കയറി അപ്പോൾ അതൊക്കെ ഒരു ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്ത് കാര്യം സാധിക്കണം, ഭാവിയിൽ എന്ത് കാര്യം നേടണം, നിങ്ങൾക്ക് എന്താകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ട് എവിടെയെങ്കിലും എഴുതിയിടുകയോ എവിടെയെങ്കിലും വരച്ചിടുകയോ ചെയ്യണം. അതേപ്പറ്റി പിന്നെ വല്ലപ്പോഴുമൊക്കെ ഓർക്കണം. ഞാൻ ഏതായാലും ഇത് വിഷ്വലൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പോയി പണ്ട് എൻ്റെ ഒരു പടമൊക്കെ വരച്ച് അതിന് താഴെ ഡോക്ടർ PM മാത്യു, എ ഫേമസ് സൈക്കോളജിസ്റ്റ് എന്നെഴുതി വച്ചിരുന്നു. ഒരു 15 വർഷത്തിന് മുമ്പ് ഞാൻ നമ്മുടെ കുടുംബത്തിൽ ചെന്നപ്പോൾ ഈ ഡയറി കിട്ടി. അതിൽ 1953 എഴുതിയിരിക്കുന്ന ഡയറിയാണ്. ഇത് എങ്ങനെ സംഭവിച്ചു? അന്ന് എഴുതി വെച്ചത് കുറേശ്ശെ പുഴുവഴിഞ്ഞ് അക്ഷരമാകുന്ന പോലെ ആയി ഇങ്ങനെ വന്നു എന്നുള്ളത് അത്ഭുതകരമല്ലേ? അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളതിനെപ്പറ്റി വിഷ്വലൈസ് ചെയ്യണം, എഴുതണം, വരയ്ക്കണം. ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് എൻ്റെ തിരുക്കുടുംബം. ഇത് എൻ്റെ ഭാര്യ സൂസി മാത്യു. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും വല്ല ലവ് മാരേജോ വല്ലതും ആണോന്ന്. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഹൈസ്കൂളിലും ഒരുമിച്ച് പഠിച്ചു, കോളേജിലും പഠിച്ചു. പക്ഷേ ഞങ്ങൾ അന്നേരം ഒന്നും കണ്ടിട്ടില്ല. പിന്നെ പ്രകൃതിയുടെ ആ ഒരു നിയമമനുസരിച്ച് ഞങ്ങൾ സാധാരണഗതിയിലുള്ള ആലോചനയിൽ കണ്ടുമുട്ടി വിവാഹിതരായി. ഇതെൻ്റെ മൂത്ത മകളാണ്, ഡോക്ടർ റേബ മാത്യു. പുള്ളിക്കാരത്തി കണ്ണിൻ്റെ ഒരു ഡോക്ടറാണ്, FRCS ഒക്കെ പാസ്സായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഒരു IIM-ൽ നിന്നൊക്കെ MBA ഒക്കെ പാസ്സായിട്ടുള്ള ഒരു എൻജിനീയറാണ്. ഗൾഫിൽ വർക്ക് ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് 2 കുട്ടികൾ.
ഇത് എൻ്റെ ഇളയ മകളാണ് ലോല. ലോല മാത്യു M.Com ഒക്കെ പാസ്സായി. അവളുടെ ഹസ്ബൻഡ് നോക്കിയയിലെ ഫിനാൻസ് ഓഫീസറാണ്. അവർ രണ്ടുപേരും കൂടെ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്നത് എൻ്റെ ഏക മകൻ. ഈ വേദപുസ്തകത്തിൽ പറയുന്ന പോലെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ. അവൻ്റെ കൊച്ചു മകളാണ് ഈ മുമ്പിലിരിക്കുന്നത്. അവൻ ഡോക്ടറാണ്. അവന് ജൂബിലി മെഡിക്കൽ കോളേജിലെ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സർജറി. വൈഫാണെന്നുണ്ടെങ്കിൽ അനസ്തീഷ്യോളജിസ്റ്റാണ്. പലപ്പോഴും എൻ്റെ ഫാദർ ഒരല്പം ഫൊർഗറ്റ്ഫുള്ളാണ്. അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ 5ാം ക്ലാസ്സിൽ ചേരാനായിട്ട് ഞാനും എൻ്റെ ഫാദറും കൂടെ തിരുവനന്തപുരത്തെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഫാദറിന് പെട്ടെന്നൊരു സംശയം. എന്നോട് ചോദിച്ചു, മക്കളെ ഏത് ക്ലാസ്സിലാണ് ചേരാൻ പോകുന്നത്? അങ്ങനെ ഒരു അനുഭവം. ഇങ്ങനെ പല അനുഭവങ്ങളുണ്ട്. പലതും ഒരുപാട് തമാശ ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. എൻ്റെ മക്കളും മരുമക്കളും എല്ലാം എന്നോടും എൻ്റെ വൈഫിനോടും വളരെ സ്നേഹത്തോടും വളരെ സന്തോഷത്തോടു കൂടിയും പെരുമാറുന്നു എന്നുള്ളത് ഓർക്കുമ്പോഴേ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ ഈ വയസ്സാകുന്നു എന്ന് പറയുന്നെങ്കിൽ ഞാനത് സമ്മതിക്കുന്നില്ല. എങ്കിലും എനിക്കൊരു 73 വയസ്സൊക്കെ ഉണ്ട്. ഇനി അത്രയും കാലം കൂടൊന്നും ജീവിച്ചൊന്നും വരത്തില്ല. ഏതായാലും ജീവിച്ചിടത്തോളം വളരെ സന്തോഷകരമായ അനുഭവമാണ്.